കണ്ണ് തെറ്റിയാൽ മഴയത്ത് പോയി നിൽക്കും, അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വയ്യായികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ മരുന്നൊക്കെ കുടിച്ചോളും. നമുക്കിന്ന് 2 കേക്കാണ് ചെയ്യാനുള്ളത്. ഒന്നൊരു 3 kg വാനിലയായിരുന്നു. അത് 70ാം പിറന്നാളിന് അച്ഛന് വേണ്ടിയിട്ട് മോൻ പറഞ്ഞിട്ടുള്ള ഓർഡർ ആയിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് നമ്മുടെ റെഗുലർ കസ്റ്റമറായിട്ടുള്ള ഗോപി തന്നിട്ടുള്ളായിരുന്നു. 1/2 kg വൈറ്റ് ഫോറസ്റ്റിൽ ഒരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 70ാം പിറന്നാളിൻ്റെ കേക്ക് ചെയ്യാൻ നിന്നു. 3 kg വാനിലയാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ തണുപ്പുള്ള സാധനങ്ങൾക്ക് കുറച്ച് സെയിൽ കുറവായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും ഐസ്ക്രീമും ഒന്നും അങ്ങനെ പോകണ്ടായിരുന്നില്ല കേട്ടോ. ഒരു 3-4 കേക്കൊക്കെ ആണെങ്കിൽ ബൈക്കിൽ ഞാനും ഏട്ടനും കൂടി ഈസി ആയിട്ട് അത് കൊണ്ടുപോയി ഷോപ്പിലെത്തിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ മഴക്കാലമായപ്പോൾ ആ പരിപാടി അങ്ങോട്ട് പാളിപ്പോയി. ഈ ഒരു സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ട്രാവൽ തന്നെയാണ് കേട്ടോ. കേക്ക് 1-2 ഒക്കെ ഓട്ടോയിൽ കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഓട്ടോ ചാർജ് എന്തായാലും കൊടുക്കണമല്ലോ. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബൈക്കിൽ കൊണ്ടുപോകാനും നടക്കില്ല. തൽക്കാലത്തേക്ക് മഴ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയം നോക്കിയിട്ട് പെട്ടെന്ന് കൊണ്ടുവച്ചിട്ട് വരാറാണ് ഇപ്പോൾ പതിവ്. ഷോപ്പിലെ കേക്കുകൾ ഒരിക്കലും നമുക്ക് സ്റ്റോക്ക് കുറയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ ആ ചില്ലുകൂട്ടിൽ കേക്കുകൾ നിറഞ്ഞിരുന്നാൽ തന്നെ കസ്റ്റമർക്ക് ചോയ്സ് ചെയ്തിട്ട് കേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും നമ്മുടെ അടുത്ത് കുറേ പേര് ബോക്സ് ഏതാ യൂസ് ചെയ്യണേ, അതേപോലെ എവിടെ നിന്നാണ് അത് അടുപ്പിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഹാഷ് ബുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ബോക്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൾക്കായിട്ട് വാങ്ങാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ പ്ലെയിൻ വൈറ്റ് വാങ്ങിച്ചിട്ട് അതിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒരു ബ്രൗൺ കവറിലിട്ട് കൊടുത്താലും നന്നായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ധാരാളം കമ്പനിക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം മിനിമം പീസ് 300-500 ഒക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പായതുകൊണ്ട് കുഴപ്പമില്ലാത്തതുകൊണ്ട് ബൾക്കായിട്ട് എടുത്തു. സാധാരണക്കാർക്ക് ചിലപ്പോൾ 20, 50, 30 ഒക്കെ വേണമായിരിക്കും. പക്ഷെ അവർ അത്ര അടിച്ചു കൊടുക്കില്ല കേട്ടോ. അവർക്ക് എന്തെങ്കിലും ലാഭം വേണമല്ലോ. ഈ ഒരു മെത്തേഡ് നല്ലതായിരിക്കും കേട്ടോ.